എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. എന്റെ ദൈവമേ, ഇതാരാ? എന്താ? നീ ആരായാലും എല്ലാം കണ്ട നീ ഇനി ജീവിച്ചിരിക്കുന്നത് എന്റെ ജീവൻ ആപത്താണ്. സരിത മോളെ, സരിത മോളെ, എന്താമ്മേ? ഇന്ന് നമുക്കൊരു ശുഭദിനമാണ് മോളെ. നോക്ക്, നിനക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ നേതാവും ജനസമ്മതനുമായ ഭാനുപ്രസാദ് സാറിന്റെ ഓഫീസിൽ ജോലി കിട്ടിയില്ലേ? ശരിയമ്മേ, അത് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണ്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിയമ്മേ. ഡിബേറ്റിനായിട്ടാണ് ഞാനവിടെ പോയത്. ഭാനുപ്രസാദ് സാറിനെ കണ്ടുമുട്ടി എന്നെ പറ്റി നല്ല ഇംപ്രഷൻ ഉണ്ടായി, എനിക്ക് ജോലിയും തന്നു. അതെ മോളെ, നിന്റെ അച്ഛന്റെ മരണശേഷം വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വവും നിന്റെ ചുമലിലായില്ലേ? സഹോദരങ്ങളുടെ പഠിത്തക്കാര്യങ്ങളും പിന്നെ നിന്റെ കല്യാണത്തിന്റെ ഉത്തരവാദിത്വം പോലും നിന്റെ ചുമലിലായില്ലേ മോളെ? എന്താ അമ്മേ, എന്നെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായില്ലേ? വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പതുക്കെ മാറിക്കോളും. പക്ഷെ എന്നാലും എന്റെ മോളെ മതി. എന്നെ പറ്റി അമ്മയ്ക്ക് നല്ല പ്രതീക്ഷയാണല്ലോ, അല്ലേ? അത് മതി. ഇന്നു മുതൽ ഞാൻ ഇവിടുത്തെ മകളല്ല, മകനാണെന്ന് കരുതിക്കൊള്ളൂ. അമ്മയുടെ അനുഗ്രഹം മാത്രം മതി. നന്നായി വരും മോളെ. ദൈവം എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വാ, പോകാൻ സമയമായി. വരൂ, പൊക്കോ. യോഗേഷ്, എന്താ ചേച്ചി? ഞാൻ പോവാണേ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. പോട്ടെ അമ്മേ. ബൈ. ബൈ ചേച്ചി. എക്സ്ക്യൂസ് മീ, പിന്നെ ഇങ്ങോട്ടുള്ള ബസ് കുറെ നേരമായി വന്നിട്ടില്ലേ? ഏറെ നേരമായി വന്നിട്ട്. എന്തു പറ്റി? ആകപ്പാടെ അസ്വസ്ഥയല്ലോ. അതെ, ഇന്ന് സമയത്ത് തന്നെ എത്തേണ്ടത് അത്യാവശ്യമാണ്. ജോലിക്ക് ചേർന്ന ദിവസമാ. ഏത് ഓഫീസിലാ ജോലി? ഭാനുപ്രതാപ് സാറിന്റെ ഓഫീസിലാ. ആ ഭാനുപ്രതാപാണോ ആ വലിയ നേതാവ്? അത് തന്നെ. അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണെന്നോ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. ഈ നഗരം മുഴുവനും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരുപാട് തവണ.
പക്ഷെ ഒരു പ്രാവശ്യം കൂടി എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അതാ ബസ് വന്നല്ലോ. പോട്ടെ. ആ സരിത, വരൂ വരൂ. നമസ്തേ സർ. ഞാൻ അല്പം പോലും ലേറ്റ് ആയില്ലല്ലോ? ഇല്ലല്ല, തീർച്ചയായില്ല. നിങ്ങൾ സമയത്തിന് 10 മിനിറ്റ് മുമ്പ് എന്നെ എത്തി. താങ്ക് യു സർ. ഓക്കെ. പിന്നെ സരിതേ, സമയത്തിന് മുമ്പ് എത്തുന്ന ആളുകളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. താങ്ക് യു സർ. നോക്കൂ സരിതേ, എൻ്റെ ഓഫീസിൽ വരുന്ന മിക്കവാറും ആളുകൾ പലരും ദുഃഖിതരാണ്, പീഡിതരാണ്, ആവശ്യക്കാരുമാണ്. ഞാൻ ഇങ്ങനെ അവകാശപ്പെടുന്നില്ല എല്ലാവരുടെയും ആവശ്യങ്ങൾ ഞാൻ സാധിച്ചു കൊടുക്കുന്നുവെന്ന്. ആർക്കെങ്കിലും അഥവാ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും സാധിച്ചു കൊടുക്കാനായാൽ ഞാൻ വളരെ സംതൃപ്തനാണ്. സർ, അതുകൊണ്ടല്ലേ നഗരത്തിലെ ആളുകളെല്ലാം അങ്ങേ ബഹുമാനിക്കുന്നത്? അങ്ങ് ജീവിതം മുഴുവനും ജനസേവനത്തിന് ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ലേ? അത് തന്നെയാണ് പറയുന്നത് സരിതേ. നിങ്ങളും ഈ ജനസേവനത്തിൽ മനസ്സർപ്പിക്കണം. നോക്കൂ, ഈ ഓഫീസിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വരുന്ന ആളുകളിൽ അത്യാവശ്യക്കാർ ആരാണ്, അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കും. നോക്കൂ സരിതേ, ആളുകൾ വലിയ പ്രതീക്ഷയുമായിട്ടാണ് ഇവിടെ എത്തുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇവിടുന്ന് ആരും തിരിച്ചു പോകാൻ പാടില്ല. സർ, അങ്ങ് ഈ അവസരം എനിക്ക് തന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാൻ പരിശ്രമിക്കാം. ഒരിക്കലുമല്ല സരിതേ, ഞാൻ നിങ്ങൾക്ക് അവസരം തന്നതല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ കഴിവാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ഒരു കാര്യം കൂടി, നമ്മുടെ ഓഫീസിൽ മീഡിയ പ്രവർത്തകരും റിപ്പോർട്ടേഴ്സും പത്രക്കാരൊക്കെ വന്നും പോയും ഇരിക്കും. പിന്നെ എന്നോട് എൻ്റെ എതിർഭാഗക്കാരെ പറ്റി എപ്പോഴും തിരിച്ചും മറിച്ചും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സരിതേ, ഞാൻ ഇന്ന് വരെ എൻ്റെ എതിർകക്ഷികളെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും ഇത് തന്നെ പറയുന്നു. എൻ്റെ ഒരു എതിർകക്ഷികളെ പറ്റിയും നിങ്ങൾ ഒരു കാര്യവും മോശമായ കമന്റോ പറയാനേ പാടില്ല. പക്ഷെ അതെന്താ സർ? സരിതേ, ആരെങ്കിലും നമ്മുടെ കുറ്റങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള അവസരം കിട്ടില്ലേ? നമ്മുടെ എതിർകക്ഷികൾ നമ്മുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ അഭ്യുദയകാംക്ഷികളാണ്. അവർ അവരുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ജോലിയും ചെയ്യാം. കഴിഞ്ഞ കുറെ വർഷങ്ങളാണ് ഞാൻ പരിശ്രമിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഭാനുപ്രസാദ് പുഷ്പം പോലല്ലേ ജയിച്ചു പോകുന്നത്. പുഷ്പം പോലല്ലേ ജയിച്ചു പോകുന്നത്. സത്യം പറഞ്ഞ എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അയാൾ എന്ത് മറിമായമാ ജനങ്ങളെ കാണിക്കുന്നെന്ന്. പിന്നെ എനിക്ക് തീരെ മനസ്സിലാകുന്നില്ലെന്നേ. നിങ്ങളൊക്കെ തിന്നു പോത്തുപോലെ തടി വിരിപ്പിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? മനസ്സിലായോ? പോയി അന്വേഷിച്ചു വാടോ അയാളുടെ പരിപാടി എന്താണെന്ന്. എന്റെ സാറേ, അയാളുടെ ഓഫീസിൽ ഒരു പുതിയ PA വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അവരുടെ പേരാണ് സരിത ജോഷി. ഏടോ PAയുടെ പേരറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാടോ? എന്റെ സാറേ, അവളുമായി പരിചയപ്പെട്ടാൽ ഭാനുപ്രതാപനെ പറ്റി നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. പറഞ്ഞത് നേരാ. അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ തന്നെ എന്തെങ്കിലും ചെയ്യണം. നിങ്ങളിവിടെ? നിങ്ങൾ രാവിലെ എങ്ങോട്ട് പോയി? ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞു നോക്കിയപ്പോ നിങ്ങളെ കണ്ടതേ ഇല്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം? വളരെ നന്നായിരുന്നു. അല്ലാണ്ട് എങ്ങനെയാവാനാ? ഭാനുപ്രതാപ് സാർ എത്ര നല്ല മനുഷ്യനാണെന്ന് നിങ്ങളോട് പറയാൻ വാക്കുകളില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം അദ്ദേഹം വിരോധികളെ പറ്റി പോലും ഒന്നും മോശമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്.
അപ്പോ അങ്ങനെയാണ്. അയാൾ വളരെ സമർത്ഥനായ മനുഷ്യനാണ് എന്നുവെച്ചാ കാര്യം വളരെ വ്യക്തമാണ്. ആരെങ്കിലും വിരോധികളെപ്പറ്റി പോലും ദോഷം പറയുന്നില്ല എങ്കിൽ അയാൾ മഹാസ്വാത്വികനാണ്, അല്ലെങ്കിൽ ചെകുത്താനാണ്. എങ്കിൽ എന്റെ അഭിപ്രായം ഇതാണ്, അദ്ദേഹം ഒരു മഹാസ്വാത്വികനാണ്. പക്ഷേ നിങ്ങൾക്കെന്തോ ഭാനുപ്രതാപനെ പറ്റി സംശയമുള്ളതുപോലെ. ആ, അത് വളരെ ശരിയാണ്. അതുകൊണ്ടാണ് ഒരു തവണ കാണാൻ ആഗ്രഹിക്കുന്നത്. അതത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയില്ലായിരിക്കും, ഭാനുപ്രതാപ് സാർ എന്നോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ദുഃഖിതരും പീഡിതരും അത്യാവശ്യക്കാരുമാണെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യക്കാരിയുമാണ്, പീഡിതയുമാണ്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഭാനുപ്രതാപ് സാറാണ്. നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞില്ല? കമല. നിങ്ങളുടെയോ? സരിത. സരിത ജോഷി. നാം ഇന്നു മുതൽ സുഹൃത്തുക്കളായിരിക്കും. ആ, തീർച്ചയായും. പക്ഷെ ഇപ്പൊ എനിക്ക് അല്പം തിരക്കുണ്ട്. അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പൊയ്ക്കോട്ടെ. നിങ്ങളോ? നമസ്കാരം. കൊള്ളാമല്ലോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കഴിഞ്ഞല്ലോ. പക്ഷെ നമ്മൾ തമ്മി ആദ്യമായാ കാണുന്നത്, അല്ലയോ? അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു സാധാരണ പെൺകുട്ടി, നിങ്ങൾ നഗരത്തിലെ വലിയൊരു നേതാവ്. നഗരത്തിൽ നിങ്ങളുടെ ചിത്രം എല്ലായിടത്തും പതിച്ചിട്ടുണ്ടല്ലോ. പൊതുവെ നിങ്ങൾ സുപരിചിതനാണ്. ആർക്കാണ് നിങ്ങളെ അറിഞ്ഞുകൂടാത്തത്, അല്ലേ? ആ, ശരിയാ. നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആണല്ലോ. ആഹാ, സരിത മോളോ? എപ്പ എത്തി മോളെ? നോക്ക്, ഇത്രയും വലിയൊരു നേതാവ് എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. അമ്മേ, അച്ഛന്റെ മരണശേഷം നമ്മൾ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചുവെന്ന് നമുക്ക് നന്നായി അറിയാം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ എത്ര അലഞ്ഞു നടന്നു അമ്മേ. അന്ന് നമ്മളെ കാണാൻ ഇവിടെ ഒരു നേതാവും വന്നില്ലല്ലോ. പിന്നെ ഇപ്പോ എനിക്ക് ഭാനുപ്രസാദ് സാറിന്റെ ഓഫീസിൽ ജോലി കിട്ടിയപ്പോ ഇത്രയും വലിയൊരു നേതാവായി നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു, അതും ക്ഷണിക്കാതെ. മോളെ, എന്തൊക്കെയാ നീ പറയുന്നേ? ക്ഷമിക്കണം സാറേ, കഷ്ടപ്പാടുകൾ കാരണം എന്റെ മകളുടെ സംസാരം കുറച്ച് പരുക്കനായി പോയി. അതൊന്നും സാരമില്ല ചേച്ചി. എനിക്ക് സരിത പറഞ്ഞ ഒന്നും ഒരു പ്രശ്നമല്ല. അങ്ങയുടെ നല്ല മനസ്സാ. ഞാൻ അങ്ങയ്ക്ക് അല്പം ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ കുട്ടിയുടെ പേര്? സരിത ജോഷി അല്ലയോ? അതെ. സരിത കുഞ്ഞെ, ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ നേതാക്കന്മാരെ ദൈവങ്ങളല്ലല്ലോ. ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ എങ്ങനെ അറിയാനാ? ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ ഞങ്ങൾ തീർച്ചയായും അവരെ സഹായിക്കും. നോക്കൂ, ഞാൻ ഇവിടെ വന്നത് ഒരു പ്രധാന കാര്യം സംസാരിക്കാനാ. നോക്കൂ ഭോല ചൗധരി സർ, നിങ്ങൾ എന്റെ വീട്ടിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി മേലിൽ എന്റെ വീട്ടിൽ വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. അതെന്താ അങ്ങനെ? ഭോല ചൗധരി സർ, നിങ്ങൾ ഭാനുപ്രസാദ് സാറിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ്. നഗരത്തിൽ എല്ലാവർക്കും ഇതറിയാം. നിങ്ങൾ ഇങ്ങനെ എന്റെ വീട്ടിൽ വരാറുണ്ടെന്ന് അദ്ദേഹം എങ്ങാനും അറിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നെ പറ്റി അദ്ദേഹം എന്ത് കരുതും? നോക്കൂ ഭോല സർ, ഭാനുപ്രസാദ് സാർ എനിക്ക് ഈ ജോലി ഓഫർ ചെയ്തപ്പോ ഞാൻ നല്ലതുപോലെ ആലോചിച്ചിട്ടാണ് അത് സ്വീകരിച്ചത്. കാരണം എനിക്കറിയാമായിരുന്നു അദ്ദേഹം വളരെ നല്ലൊരു നേതാവും ഒരു നല്ല മനുഷ്യനുമാണെന്ന്. എങ്കിൽ ഞാനും ഒരു വലിയ ഓഫറുമായിട്ടാ കുട്ടികളത്ത് വന്നിരിക്കുന്നത്. ഭോല ചൗധരി സാർ, നേതാക്കന്മാരുടെ കളിയിൽ ഒരു കരുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പൈസയ്ക്ക് വേണ്ടി ഞാൻ ആരെയും ചതിക്കുന്നവളല്ല. ശരി, എനിക്ക് മനസ്സിലായി. എന്നിരുന്നാലും കുട്ടിക്ക് ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് പോവുകയാണ്. എന്തിനാണോ, കുട്ടിയെ പോലുള്ള പുതിയ ചുറുചുറുക്കുള്ള പ്രവർത്തകരുടെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് വളരെ ആവശ്യമുണ്ട്. ഇതാ ഇതാ, അല്ല വെച്ചോളൂതേ, കുഴപ്പമില്ല, ഞാൻ ഇവിടെ വെച്ചേക്കാം. ചേച്ചിയെ, ഞാൻ പോവാ കേട്ടോ.
ചായ കുടിച്ചിട്ട് പോവാം. ഓ വേണ്ട വേണ്ട വേണ്ട, പിന്നീടാവാം. ഇന്ന് ഇനി ചായ കുടിച്ചാലേ ശരിയാവില്ല. നമസ്കാരം. അതെ, ഒന്ന് നിൽക്കൂ നിൽക്കൂ. അമ്മ അയാള് പോയി കഴിഞ്ഞു. മോളെ, ഇത് തീരെ ശരിയായില്ല മോളെ. നമ്മുടെ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാൻ ശരിയായ രീതിയിൽ തന്നെയാ പെരുമാറിയത്. അല്ല, നീ ചെയ്തത് ശരിയായില്ല. അല്ല കമല ചേച്ചിയോ? വന്നാട്ടെ. കമല ചേച്ചി, ഇതെന്റെ അമ്മയാ. അമ്മേ, ഇത് കമല ചേച്ചി. നമസ്തേ. വന്നാട്ടെ, ഇരിക്കൂ, ചായ കുടിക്കൂ. വേണ്ട, എനിക്കിപ്പോ ചായ വേണ്ട. സരിതേ, ഞാൻ പറഞ്ഞു വന്നത്, ഭോല ചൗധരിയെ ഇങ്ങനെ മടക്കി അയച്ചത് തീരെ ശരിയായില്ല. എന്താ കമല ചേച്ചി, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ ഇതുപോലും അറിയാൻ ആഗ്രഹിച്ചില്ല അയാൾ എന്താണ് നിന്നോട് പറയാൻ വന്നതെന്ന്. കമല ചേച്ചി, എനിക്ക് നല്ലതുപോലെ അറിയാം അയാൾ എന്താണ് പറയാൻ വന്നതെന്ന്. അയാൾ എന്നോട് ഭാനുപ്രസാദ് സാറിനെ പറ്റി എതിരായി എന്തൊക്കെയോ പറയാൻ വന്നതാണ്. നിങ്ങൾ അങ്ങനെ കരുതുന്നു. നോക്കൂ സരിതേ, നമ്മൾ ആരെ പറ്റിയും പെട്ടെന്നൊരഭിപ്രായം പറയുന്നത് ശരിയല്ല. അവരെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയിട്ടേ പറയാൻ പാടുള്ളൂ. എന്റെ മോളുടെ ഒരു കുഴപ്പമാണിത്. ഒന്നും ആലോചിക്കാതെ ചിലപ്പോൾ തീരുമാനമെടുക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അസാധാരണമായത് പലതും സംഭവിക്കാം. മനുഷ്യർ ചിലപ്പോ സത്യം മനസ്സിലാക്കി വരുമ്പോൾ, ഇതുവരെ വിശ്വസിച്ചത് മിഥ്യയാണെന്നറിയുമ്പോൾ, അപ്പോ പിന്നെ മനുഷ്യർ തങ്ങളുടെ മിഥ്യാധാരണകളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? കമല ചേച്ചി, ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. പക്ഷേ എന്റെ ധാരണ ഭോല ചൗധരി സാർ ഭാനുപ്രസാദ് സാറിനെ പറ്റി എതിരായി എന്തോ പറയാൻ വന്നതാണ്. എന്നാ ഭാനുപ്രസാദ് സാറിനെ നോക്കൂ, അദ്ദേഹം തന്റെ എതിരാളികളെക്കുറിച്ച് മോശമായി പറയുന്നേയില്ല. സരിതേ, ഭാനുപ്രസാദ് സാർ ഒരു മഹാനായ വ്യക്തിയാണ്. എന്തടിസ്ഥാനത്തിലാണ് നീ അങ്ങനെ ചിന്തിക്കുന്നത്? കമല ചേച്ചി, ഞാനെന്നല്ല, ഈ നാട് മുഴുവനും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ കരുതുന്നു, അങ്ങനെ പറയുന്നു. ഒരു ദിവസം ഈ നാടാകെ അയാളൊരു ചീത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നീയും അങ്ങനെ തന്നെ കരുതുമോ? ഇല്ല. അദ്ദേഹത്തിനെ ഒരു ചീത്ത മനുഷ്യനായി ഞാൻ കരുതണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചീത്ത രൂപം അറിയണം. വെറുതെ എന്തെങ്കിലും കേട്ട് വിശ്വസിക്കുന്നവളല്ല ഞാൻ. അതൊക്കെ പോട്ടെ ചേച്ചി. ചേച്ചി ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പൊ ചായ ഉണ്ടാക്കിയിട്ട് വരാം. ഇവിടെ ഇരിക്കണേ. എവിടെ പോയി കമല ചേച്ചി? പോയോ? ഈ കമല ചേച്ചിക്ക് ഭോല ചൗധരിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവും. സരിത, അല്ല കമല ചേച്ചിയോ? സരിത, ഇത്ര നാളും എന്റെ വണ്ടി കേടായിരുന്നു. അതാണ് നാം ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടിയിരുന്നത്. വരൂ, ഇരിക്കൂ. ആ ശരി. അപ്പോ ഞാൻ നിങ്ങളെ ഓഫീസിൽ വിടാം. കമല ചേച്ചി, ഇന്ന് ഞാൻ ഓഫീസിലേക്കില്ല. ആക്ച്വലി ഭാനുപ്രസാദ് സാറിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ ഭാനുപ്രസാദ് സാറിൻ്റെ വീട്ടിൽ നിങ്ങളെ വിടാം. നിങ്ങൾക്കറിയാമോ ഭാനുപ്രസാദ് സാറിൻ്റെ വീട് എവിടെയാണെന്ന്? ഭാനുപ്രസാദ് സാറിൻ്റെ വീട് എന്നെക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയാവുന്നത്? കമല ചേച്ചി, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ പരിഭവം തോന്നില്ലല്ലോ? ഒരിക്കലുമില്ല, പറയൂ. കമല ചേച്ചി,
നിങ്ങളെപ്പറ്റി എന്തോ ഒരു ദുരൂഹത പോലെ തോന്നുന്നു. ദുരൂഹതയോ? അതെന്താ? അത് നിങ്ങളെ ഞാൻ ആദ്യം കണ്ടത് ബസ് സ്റ്റോപ്പിലാണ്. പിന്നെ അവിചാരിതമായി എൻ്റെ വീട്ടിൽ വന്നു. പിന്നെ ചായ കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് ചായ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞിരുന്നു. ഇന്ന് നിങ്ങളെ കാറിൽ വെച്ച് കണ്ടു. ചൗധരിയെ അറിയാമെന്ന് നിങ്ങൾ പറയുന്നു. എൻ്റെ ബോസ് ഭാനുപ്രസാദ് സാറിനെയും അറിയാം. നിങ്ങൾ ഏതെങ്കിലും പത്രക്കാരിയോ മീഡിയയുമായി ബന്ധപ്പെട്ടവരാണോ? അല്ല, എനിക്കൊരു മീഡിയയുമായും ബന്ധമില്ല. പക്ഷെ ഒന്നുണ്ട്, ഞാൻ നിങ്ങളുമായി സൗഹൃദത്തിലാകാൻ ആഗ്രഹിക്കുന്നു. ഞാനുമായോ? എന്നിൽ എന്താണ് ഇത്ര പ്രത്യേകത? നിങ്ങളൊരു സ്നേഹമുള്ള, നല്ല, തൻ്റെടമുള്ള പെൺകുട്ടിയാണ്. ഞാൻ നിങ്ങളോട് ഇതാ ഭാനുപ്രസാദ് സാറിന്റെ വീടെത്തി. താങ്ക് യു വെരി മച്ച്. പിന്നെ കാണാം. നോക്കൂ, ഒന്ന് നിൽക്കൂ. ഭാനുപ്രസാദ് സാർ വിളിപ്പിച്ചിരുന്നു. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നും പറഞ്ഞു. അദ്ദേഹത്തോടൊന്ന് പറയോ? നിങ്ങൾ സരിത മേഡാണോ? അതെ. മേഡം, അത് എന്തോ അത്യാവശ്യ കാര്യത്തിന് മുഖ്യമന്ത്രി കാണാൻ പോയിരിക്കുക. നിങ്ങൾ വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അകത്തേക്ക് വരൂ. ആ. വന്നാട്ടെ വന്നാട്ടെ മേഡം, ഇവിടെ ഇരിക്കാം. ഞാനിപ്പോൾ ചായ കൊണ്ടുവരാം. ഈ ഫോട്ടോഗ്രാഫ് കമല മേഡത്തിൻ്റെയാ? കമല മേഡത്തിന്റെയോ? ആ, കമല മേഡത്തിൻ്റെ, സാറിൻ്റെ ഭാര്യയുടെ ഫോട്ടോ. ഇപ്പൊ 6 മാസം ആയതേ ഉള്ളൂ മരിച്ചിട്ട്. കാർ ആക്സിഡന്റ് ആയിരുന്നു. എന്താ? മരിച്ചുപോയോ? ആ, സരിതയോ? നമസ്തേ സർ. ആ, നമസ്തേ നമസ്തേ. നോക്കൂ, ഞാനല്പം തിരക്കിലാണ്. ഒരാഴ്ചത്തേക്ക് പുറത്തേക്ക് പോകുന്നു. വരൂ, പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു തരാം. സരിത, ആർ യു ഓൾ റൈറ്റ്? സർ. വരൂ. എന്താ മോളെ നീ പറയുന്നേ? ഞാൻ പറയുന്നൊക്കെ സത്യം അമ്മേ. ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന കമല ചേച്ചിക്ക് ജീവനുള്ള കമല ചേച്ചിയല്ലേ? പക്ഷേ ഇന്ന് ഞാൻ കമല ചേച്ചിയുടെ കൂടെ കാറിൽ ഭാനുപ്രസാദ് സാറിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഭിത്തിയിൽ അവരുടെ ഫോട്ടോ തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ പൂമാലയും ചാർത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഭാനുപ്രസാദ് സാറിന്റെ ഭാര്യ 6 മാസം മുൻപ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അമ്മേ, ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്. രണ്ടുപേർക്ക് ഒരേ മുഖഛായ ഉണ്ടാവാം. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും അമ്മേ? രണ്ടുപേരുടെയും പേര് കമലയെന്നാണ്. പക്ഷെ മോളെ, നീ ഇക്കാര്യം ഭാനുപ്രസാദ് സാറിനോട് എന്താ ചോദിക്കാഞ്ഞേ? അമ്മേ, അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ ഭാനുപ്രസാദ് സാറിനോട് എന്താ പറയാ? അദ്ദേഹത്തിന്റെ 6 മാസം മുൻപ് മരിച്ച ഭാര്യയെ ഞാൻ കാണാറുണ്ടെന്നോ?
ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, കമല ചേച്ചിയും ഭാനുപ്രസാദ് സാറിനെ നന്നായി അറിയും. മോളെ, ഞാൻ ആലോചിച്ചിട്ട് ഒന്നും പിടികിട്ടുന്നില്ല. നീ ഇക്കാര്യമൊക്കെ കമല മാഡത്തിനോട് ചോദിച്ചാൽ അറിയായിരിക്കും. ആ, ചിലപ്പോ നാളെ ഞാൻ അവരെ കാണും. എന്താ, നീ എത്ര പ്രാവശ്യം അവരെ കണ്ടു? അവരുടെ അഡ്രസ്സ് വാങ്ങിയിട്ടില്ലേ? അവരുടെ ഫോൺ നമ്പരും വാങ്ങിയില്ലേ? അമ്മ അതിന്റെ ആവശ്യം ഉണ്ടായില്ലല്ലോ. ഇനി കാണുമ്പോ ഞാൻ അവരോട് അതൊക്കെ വാങ്ങാം. പക്ഷെ എന്തൊരു അതിശയമാണിത്. ഭാനുപ്രസാദ് സാറിന്റെ ഭാര്യ കമലാ ചൗധരിയുടെയും കമല മാഡത്തിന്റെയും മുഖഛായ എങ്ങനെ ഒരുപോലെയായി? മോളെ, നീ ഇക്കാര്യത്തെ പറ്റി എത്രമാത്രം ചിന്തിക്കുന്നുവോ അത്ര കണ്ട് ദുരൂഹമായി തോന്നും. അതേപ്പറ്റി നീ ആലോചിക്കുകയേ വേണ്ട. വരൂ, പോയി വിശ്രമിക്കൂ. പൊയ്ക്കോളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ അജണ്ട മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കുട്ടി ഇവിടെ. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. പൊക്കോ. നിങ്ങൾ പൊക്കോ. എന്തായി കാണുന്നേ? ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ? മോഹൻലാൽ സാർ, ഞാനിവിടെ വന്നത് ഇഷ്ടമായില്ലെന്നുണ്ടോ? എന്താ ഇപ്പൊ, നല്ല ആളുകളോട് വരുന്നത് എപ്പോഴും സന്തോഷം തന്നെയല്ലേ? ഇരിക്കൂ. ഇനി പറഞ്ഞാട്ടെ, കുട്ടി വന്നത്. മോഹൻലാൽ സാർ, നിങ്ങൾ കമല മാഡത്തിനെ അറിയുമോ? കമല മാഡമോ? ഏത് കമല മാഡം? പക്ഷേ അവർ നിങ്ങളെ അറിയുമല്ലോ. അത് ശരിയായിരിക്കും, അവർ എന്നെ അറിയുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കമല മാഡത്തിനെ അറിയില്ലല്ലോ. ഭാനുപ്രസാദ് സാറിന്റെ ഭാര്യ അങ്ങേക്ക് അറിയാമോ? അല്ല, നമ്മുടെ ഭാനുപ്രസാദിന്റെ ഭാര്യ കമലാ ചൗധരിയോ? അവര് 6 മാസം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോയില്ലയോ കുഞ്ഞ്? പക്ഷേ ഭോല സാർ, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു കമലയെ കുറിച്ചും അറിയില്ലെന്ന്. കുട്ടി ചോദിച്ചപ്പോ എനിക്ക് തോന്നി വേറെ ഏതോ കമലയെ പറ്റിയാ ചോദിക്കുന്നതെന്ന്. പക്ഷെ കുട്ടിക്ക് കമലാ ചൗധരിയെ പറ്റിയാണ് അറിയേണ്ടതെങ്കിൽ ഭാനുപ്രസാദ് സാറിനോട് അങ്ങ് ചോദിച്ചൂടെ? ഞാനത് പിന്നീട് അദ്ദേഹത്തോട്. ഭോല സാർ, ഞാൻ പിന്നീട് നിങ്ങളെ കണ്ടോളാം. സരിത കുഞ്ഞേ, ആരെയാണ് അന്വേഷിക്കുന്നത് സാർ? കമല ചേച്ചി, നിങ്ങളോ? ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ ഭോല ചൗധരിയുടെ അടുത്ത് പോയോ എന്നെ പറ്റി അന്വേഷിക്കുവാൻ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. നിന്റെ മനസ്സിലിപ്പോ എന്താണെന്നും എനിക്ക് നന്നായി അറിയാം. കമല ചേച്ചി, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. കമൽ ചേച്ചി, ഞാൻ ഭാനുപ്രസാദ് സാറിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഞാനൊരു ഫോട്ടോ കണ്ടു. അതിൽ പൂമാലയും ചാർത്തിയിരുന്നു. അത്
ഭാനുപ്രസാദ് സാറിന്റെ മരിച്ചുപോയ ഭാര്യ കമല ചൗധരിയുടേതായിരുന്നു. പക്ഷെ അവരുടെ മുഖഛായ നിങ്ങളുടെ മുഖഛായ പോലെ തന്നെയുണ്ട്. നിങ്ങളും ആ ഫോട്ടോയുമായി എന്താണ് ബന്ധം? ആ ഫോട്ടോയും ഞാനുമായുള്ള ബന്ധം ഭാനുപ്രസാദുമായിട്ടാണ്. എനിക്ക് മനസ്സിലായില്ല. സരിതേ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ വെച്ച് 6 മാസം മുൻപ് ഒരു സംഭവം നടന്നു. നോക്കൂ, എനിക്കറിയാം നിങ്ങളും ഈ നാട് മുഴുവനും ഭാനുപ്രസാദിനെ ദൈവത്തെ പോലെ കരുതുന്നുവെന്ന്. അതിലെന്താ സംശയം? അദ്ദേഹം ദൈവതുല്യനായ ഒരു മനുഷ്യനാണ്. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു ദൈവത്തിന്റെ അല്ല, മറിച്ചൊരു രാക്ഷസന്റെയാണ്. എന്നുവെച്ചാ ഇതിന്റെ അർത്ഥം നിങ്ങൾ ഭാനുപ്രസാദിനെയും പിന്നെ കമല... സരിതേ, നിങ്ങൾ എന്റെ കഥ ഇതുവരെയും കേട്ടില്ലല്ലോ. എന്നാ പറയുന്നേ, എന്താണ് ആ കഥ? മഞ്ജു എന്നു പേരുള്ള ഒരു പെൺകുട്ടി. അവൾ ഏതോ ബിയർ ബാറിലാണ് ജോലി ചെയ്തിരുന്നത്. ചിലപ്പോൾ അവളുടെ ഗതികേട് കൊണ്ടായിരിക്കും ഭാനുപ്രസാദ് അവളെ നോട്ടമിട്ടു. അവൾക്ക് പൈസ കൊടുത്ത് അയാൾ തന്റെ പാട്ടിലാക്കുവാൻ ശ്രമിച്ചു. അതിനവൾ സമ്മതിച്ചില്ല. അയാൾ അവളെ അതിന് നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവൾ അയാളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് മറക്കാൻ... ആരാണ് നിങ്ങൾ? അത് എന്റെ പേര് മഞ്ജു എന്നാ. ഞാൻ ബിയർ ബാറിൽ ഡാൻസറാണ്. ഇവിടെ എന്തിനു വന്നു? ഞാൻ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്കുക. പിന്നെ ആ ആപത്തിൽ നിന്നും നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാനാകൂ. ആപത്തിൽപ്പെട്ടുവന്നോ? നിങ്ങൾ എന്റെ അടുത്ത് വരുന്നതിന് പകരം എന്റെ ഭർത്താവ് ഭാനുപ്രസാദ് സാറിന്റെ അടുത്താണ് പോകേണ്ടത്. അദ്ദേഹമാണിപ്പോ എന്റെ ആപത്ത്. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് രക്ഷപ്പെടുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ കമല മേഡം, നിങ്ങളുടെ ഭർത്താവ് വരുന്ന ബാറിലാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. അവിടെ വെച്ച് നിങ്ങളുടെ ഭർത്താവ് എന്നെ നോട്ടമിട്ട് തുടങ്ങി. എനിക്ക്... പറയൂ, ബാക്കി പറയൂ. അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് സമ്മതിച്ചില്ല. അപ്പോ അദ്ദേഹം ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടു. കടന്നു പോ ഇവിടെ നിന്ന്, വൃത്തികെട്ട സ്ത്രീ. നീ എന്താ വിചാരിച്ചത്? നീ ഈ പറയുന്ന കള്ളക്കഥയെല്ലാം ഞാൻ വിശ്വസിക്കുമെന്നോ? എനിക്കറിയാം എന്റെ ഭർത്താവിനെ. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെപ്പറ്റി ആളുകൾ പുകഴ്ത്തുകയാണ്. എന്നാ നീയോ ഇത്ര നീചമായ ആരോപണം അദ്ദേഹത്തിന് മേൽ ഉന്നയിക്കുന്നു? നീ തീർച്ചയായും അദ്ദേഹത്തിന്റെ എതിരാളി ഭോല ചൗധരിയുടെ ഏജന്റാണ്. ഞാൻ നിന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവരെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് കടന്നു പോ. എന്നെ കൊല്ലല്ലേ പ്ലീസ്, എന്നെ കൊല്ലല്ലേ. ദൈവമേ, ഇതാരാണ്?
ശ്യാം, നീ ആരായാലും എല്ലാം കണ്ട നീ ഇനി ജീവിച്ചിരിക്കുന്നത് എന്റെ ജീവൻ എന്നും ആപത്താണ്. കമലേ, ഇതാണ് ഭാനുപ്രതാപിന്റെ ശരിയായ മുഖം. കരളലിയിക്കുന്ന ഒരു കഥയാണ്. പക്ഷെ നിങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണ്. ഭാനുപ്രതാപ് സാറിനെ കുറ്റക്കാരനാക്കുന്നു. എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നത്, തേജോവധം ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ ആരാണെന്നുള്ള സത്യം എന്നോട് പറയൂ. ഞാൻ കമല ചൗധരിയാണ്, ഭാനുപ്രതാപിന്റെ ഭാര്യ. എന്നെ 6 മാസം മുൻപ് കാറിന്റെ ബ്രേക്ക് ഫെയിലാക്കി ആക്സിഡന്റിൽ കൊന്നതാണ്. ഞാൻ പോകുന്നു സരിതേ. നിങ്ങൾ മരിച്ചുപോയതാണെങ്കിൽ എന്റെ മുമ്പിൽ എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത്? നീ കാണുന്നതെല്ലാം നിന്റെ ഭ്രമം മാത്രമാണ്. നിന്റെ ഭ്രമം. കമല ചേച്ചി, കമല ചേച്ചി, സരിത കുഞ്ഞോ? നിങ്ങളോ? കുഞ്ഞു പിന്തുടർന്ന് വന്ന ആ സ്ത്രീയല്ലേ? അവരാണ് കമല ചൗധരി, ഭാനുപ്രതാപ് സാറിന്റെ ഭാര്യ. അതുകൊണ്ടാണ് നിങ്ങളുടെ പുറകെ ഞാനും വന്നത്. അവരെവിടെ പോയി? അത് പക്ഷേ കമല ചൗധരിക്ക് ആക്സിഡന്റ് പറ്റിയ കാറുണ്ടല്ലോ, അത് കത്തിപ്പോയല്ലോ. കത്തിപ്പോയോ? അതേന്നെ, ഇപ്പോഴും അത് കത്തിയ നിലയിൽ സിദ്ധാർത്ഥ് നഗർ പോലീസ് സ്റ്റേഷൻ കിടപ്പുണ്ട്. എന്താ ഇതൊക്കെ? ഒന്നും മനസ്സിലാകുന്നില്ല. ഭോല സർ, ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. കമല ചൗധരി മരിച്ചതല്ല, മറിച്ച് അവരെ കൊന്നതാണ്. അതിന്റെ കാരണം ഒരു മഞ്ജുവാണ്. മഞ്ജുവോ? ആ ബാറിലെ ഡാൻസുകാരി മഞ്ജു. ആരും അവളെ കൊലപ്പെടുത്തിയില്ലേ? അത് തന്നെ ഭോല സർ. ആ കൊലപാതകത്തിന് കാരണം ഭാനുപ്രതാപ് സാറാണ്. ഇന്നുവരെ ഞാൻ ദൈവത്തെ പോലെ കരുതിയിരുന്ന മനുഷ്യനാണ്. ഞാൻ മാത്രമല്ല, ഈ നാട്ടിൽ എല്ലാവരും അദ്ദേഹത്തെ നല്ലവനെന്ന് കരുതുന്നു. താങ്കൾ എത്രയും വേഗം ഇത് പോലീസിനെ അറിയിക്കണം. അത് പറ്റില്ല സരിത കുഞ്ഞെ. എനിക്കിത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന് എതിരാളിയല്ലേ. അതുകൊണ്ട് ആരും ഇത് വിശ്വസിക്കില്ല. കുഞ്ഞു എന്നെ ഇത് റിപ്പോർട്ട് ചെയ്യൂ. ഞാനോ? അതെ, കുഞ്ഞു തന്നെ. ആരാണ് നിങ്ങൾ? ഇൻസ്പെക്ടർ, എന്റെ പേര് സരിത ജോഷി എന്നാണ്. ഞാൻ ഭാനുപ്രതാപ് സാറിന്റെ PA. ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ, ഇത് ഭാനുപ്രതാപ് സാറിന്റെ ഭാര്യ കമല മാഡത്തിന്റെ മരണത്തിനിടാക്കിയ ആ കാറല്ലേ? അതെ, ഇത് ആ കാർ തന്നെയാണ്. ആക്സിഡന്റ് പറ്റിയ കാറാണ്. ഇൻസ്പെക്ടർ, ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പ്ലീസ് എന്നോടൊന്ന് വിശദീകരിച്ച് പറയുമോ സർ? വരൂ, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. സത്യത്തിൽ മിസസ് ചൗധരി വണ്ടി ഓടിച്ചിരുന്നപ്പോ അവർ ഉറക്കഗുളിക കഴിച്ചിരുന്നു. എന്ത്? യഥാർത്ഥത്തിൽ അതൊരു റാഷ് ഡ്രൈവിംഗ് കേസായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഫയൽ ക്ലോസ് ചെയ്തു. ഭാനുപ്രതാപ് സാറിനെ പോലെ ഇത്ര നല്ലൊരു മനുഷ്യന് ഇങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ. ഇൻസ്പെക്ടർ സാർ, മിസ്സിസ് ചൗധരി വണ്ടി ഓടിച്ചിരുന്നപ്പോ ഡ്രഗ്സ് കഴിച്ചിരുന്നുവെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? അതായത് അപകടം ഉണ്ടായപ്പോ തന്നെ വണ്ടിക്ക് തീ പിടിച്ചു. പോസ്റ്റ്മോർട്ടത്തിനൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല.
ഇക്കാര്യം ഞങ്ങളോട് പറഞ്ഞത് ഭാനുപ്രതാപ് സാറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഇൻസ്പെക്ടർ സാർ, സാറിനറിയാമല്ലോ ഭാനുപ്രതാപ് സാർ എത്ര വലിയ മനുഷ്യനാണെന്ന്. ഈ നാട്ടിലെ പ്രസിദ്ധനായ നേതാവുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എത്രമാത്രം സുഹൃത്തുക്കളുണ്ടോ അത്രമാത്രം ശത്രുക്കളും ഉണ്ടാകും. ഉം. എന്താ ഇങ്ങനെ ഒരു സാധ്യതയില്ലേ? ഇതൊരു സാധാരണ അപകട മരണമല്ല, കൊലപാതകമാണെന്ന്. ഹലോ ഹലോ സർ, ഞാൻ ഇൻസ്പെക്ടർ രഞ്ജിത്ത് വർമ്മയാണ്. സിദ്ധാർത്ഥ് നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആ ഇൻസ്പെക്ടർ പറയൂ, എന്താ കാര്യം? സാറേ, കമല മാഡത്തിന്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. എന്താ? പക്ഷേ ഇപ്പോ ഇതിന്റെ ആവശ്യം എന്താണ്? ചൗധരി സാറേ, ഈ കേസിനെ കുറിച്ച് ചില പുതിയ വിവരങ്ങൾ നിങ്ങളുടെ PA സരിത ജോഷി ഞങ്ങൾക്ക് തന്നു. പുതിയ വിവരങ്ങളോ? എന്താണത്? അല്ല, അവര് പറയുന്നത് ഇതൊരു അപകട മരണമല്ല, നിങ്ങളുടെ ശത്രുക്കൾ ആരോ കൊലപ്പെടുത്തിയായിരിക്കുമെന്നാണ്. ആ, അങ്ങനെയും സംഭവിക്കാം. ശരി സാർ, അവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. താങ്ക് യു സാർ. എന്റെ സ്വന്തം കാര്യങ്ങളിൽ ഇടപെടാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എന്റെ ഭാര്യ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം ആ മരണത്തിന് കാരണം ഒരു ആക്സിഡന്റ് ആയിരുന്നെന്ന്. പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള ഫയൽ ക്ലോസ് ചെയ്തത്. നിനക്കിപ്പോ എവിടുന്നായി പുതിയ വിവരങ്ങൾ കിട്ടിയത്? ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ നീ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണ്? സർ, വലിയ അതിശയം തന്നെയാണിത്. ഇക്കാര്യത്തിൽ അങ്ങ് സന്തോഷിക്കുന്നതിന് പകരം ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? എനിക്ക് തോന്നുന്നത് പോലീസ് ഈ ഫയൽ ക്ലോസ് ചെയ്ത് കമല മാഡത്തിനോട് അന്യായം കാണിച്ചു വന്നു. നോക്കൂ സരിത, നീ വേറൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. നിന്നെ ഞാൻ ജോലിക്ക് വെച്ചത് നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ്. എന്റെ ഔദാര്യമാണ് നിന്റെ ഈ ജോലി. അതിന് നീ പ്രത്യുപകാരം ചെയ്യുന്നത് ഇങ്ങനെയാണോ? സർ, എന്തായി എന്നോട് നീ തർക്കിക്കരുത്. എന്റെ ഉയർച്ചയിൽ ആളുകൾക്ക് അസൂയുണ്ട്. ഞാനൊരു സത്യസന്ധനായ മനുഷ്യനാണ്. എന്റെ ശത്രുക്കളെ എന്നെ അപകീർത്തിപ്പെടുത്തുവാൻ രാപ്പകലില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പോലീസ് ഈ കേസിന് റീഓപ്പൺ ചെയ്താൽ പിന്നെ എന്റെ എതിരാളികൾക്ക് എന്നെ തേജോവധം ചെയ്യാൻ ഒരവസരം കൂടി ലഭിക്കും. എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ അവസരം കാത്തിരിക്കുകയാണ്. നോക്കൂ തരുതേ, നിന്നെ ഏത് ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതി. അത് മാത്രം. ഇനി മേലാൽ നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ചിലപ്പോൾ നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. സരിതേ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. കമല ചേച്ചി. അതെ സരിതേ, അന്ന് നമ്മുടെ സംഭാഷണം പൂർണ്ണമായില്ല. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലോ, മഞ്ജു കൊല ചെയ്യപ്പെട്ട ശേഷം ഞാൻ ഭാനുപ്രതാപിനെ കണ്ടുവന്ന്. പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ല, അതിനുശേഷം എന്ത് നടന്നു. ജീവിതം മുഴുവൻ ദൈവത്തെ പോലെ നിങ്ങളെ ഞാൻ പൂജിച്ചു. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ നിങ്ങളെ അന്ധമായി വിശ്വസിച്ച് ജീവിച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾ എന്റെ സ്നേഹത്തെ, എന്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞില്ലേ? കമലേ, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കേ. അത്
അത് ചെയ്യാതെ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. ഞാൻ അവളെ കൊന്നില്ലായിരുന്നെങ്കിൽ അവൾ ലോകത്തിന് മുൻപിൽ സത്യമെന്തെന്ന് വിളിച്ചു പറയുമായിരുന്നു. അപ്പം മഹാനായ ഭാനുപ്രതാപിന്റെ, സത്യസന്ധനും ദേവതുല്യനും പരമസാത്വികനുമായ ഭാനുപ്രതാപിന്റെ രാക്ഷസീയ മുഖം ലോകം അറിയുമായിരുന്നു. പിന്നെ ആളുകൾക്ക് നിങ്ങളോട് പുച്ഛമായിരിക്കും. നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. നോക്കൂ കമലെ, ഒരു തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടോ? എനിക്കും ഒരു തെറ്റ് പറ്റി. പക്ഷേ ഞാൻ ചെയ്തതെല്ലാം നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല കമലെ. നീ എന്റെ ധർമ്മപത്നിയല്ലേ. എന്താ എന്റെ ഈ അബദ്ധം നിനക്ക് ക്ഷമിക്കാനാവില്ലേ? അബദ്ധമോ? അബദ്ധമായിരുന്നുവെങ്കിൽ ക്ഷമിക്കുമായിരുന്നു. ഇത് അപരാധമാണ്. നിങ്ങൾ ബലാത്കാരമായ ഒരു പെൺകുട്ടിയുടെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ അവളെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? ബലാത്സംഗത്തെയും കൊലപാതകത്തെയും അബദ്ധമെന്ന് പറയുന്നോ? ഇല്ല ഭാനുപ്രതാപ്, ഇല്ല. നിങ്ങളുടെ അപരാധത്തെ മറച്ചു വെച്ച് ഞാൻ ഈ പാപത്തിൽ പങ്കാളിയാവില്ല. അപ്പൊ എന്താ നീ? ഞാനല്ല, നിങ്ങൾ സ്വയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സ്വന്തം അപരാധം ഏറ്റുപറയണം. ഒരു പക്ഷെ ഞാൻ, അഥവാ നിങ്ങൾ പോയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിക്കൊള്ളാം. ശരി കമലെ, നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തുകൊള്ളാം. ഇപ്പൊ രാത്രി ഏറെ വൈകിയില്ലേ? ഇനിയല്ല, രാവിലെ ആകട്ടെ. ഇപ്പോൾ നമുക്ക് ഉറങ്ങാം. ഇല്ല, എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. കമലെ, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, നാളെ രാവിലെ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പൊക്കോളാം. നിങ്ങൾ അങ്ങനെ ഇല്ല കമലെ, ഇല്ല. ഇനി ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഞാൻ ചെയ്തതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഇതിനെല്ലാം നാളെ സമാധാനമുണ്ടാവും. വരൂ, നമുക്ക് ഉറങ്ങാം. വരൂ. ദയവായി എന്നെ തനിയെ വിട്ടേക്കൂ. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. എന്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ ബിയർ ബാറിൽ ഡാൻസറാണ്. ഞാനൊരു വലിയ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ ഡാൻസ് ചെയ്യുന്ന ബാറിൽ നിങ്ങളുടെ ഭർത്താവ് പലപ്പോഴും വരാറുണ്ട്. എന്നെ അദ്ദേഹം ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുന്നു. രഘു, കാര്യങ്ങളൊക്കെ കമലയ്ക്ക് മനസ്സിലായി. അവൾ നാളത്തെ സൂര്യോദയം കാണരുത്.
കാരണമാണ് ഭാനുപ്രതാപ് എന്നെ കത്തിച്ചു കൊന്നു കളഞ്ഞത്. അയാളുടെ അപരാധം ആരും അറിയാതെ കിടന്നു. അയാളുടെ അപരാധം സ്ഥാപിച്ചെടുക്കുവാൻ എനിക്ക് തെളിവ് വേണം. കമല ചേച്ചി, ഭാനുപ്രതാപ് ഒരു രാക്ഷസനാണ്. അയാൾ ഇനിയും ജീവിച്ചിരുന്നാൽ ഇനി എത്രയെത്ര സ്ത്രീകൾക്ക് അയാളുടെ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വരുമെന്നറിയില്ല. ഇപ്പൊ എനിക്ക് സത്യം അറിയാം. ഇനി ഞാൻ അയാൾക്കെതിരായി എല്ലാ തെളിവുകളും ശേഖരിക്കും. പക്ഷെ അയാൾ ഭയങ്കര അപകടകാരിയാണ്. അയാൾ ഇപ്പോൾ തന്നെ നിന്നെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അയാൾ എന്നെ നശിപ്പിച്ചതുപോലെ നിന്നെയും നശിപ്പിക്കും. ഇല്ല കമല ചേച്ചി, എന്നെ അയാൾക്കൊന്നും ചെയ്യാനാവില്ല. ചേച്ചി നോക്കിക്കോളൂ, ഭാനുപ്രതാപിന് ഇനി നല്ല കാലമല്ല. കമല ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ യുദ്ധത്തിൽ നീ തനിച്ചല്ല, ഞാനും നിന്നോടൊപ്പമുണ്ട്. ഇനി നീ കണ്ടോളൂ, ഇനി യുദ്ധത്തിന്റെ ആരംഭം എവിടെ നിന്നായിരിക്കുമെന്ന്. ഈ മരുന്ന് കഴിച്ചോളൂ. ഇതാ വെള്ളം കുടിച്ചോളൂ. മോളെ മോളെ, എന്റെ ഭർത്താവിന് ക്യാൻസറാ. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണമായിരുന്നു. എന്റെ മോക്ക് വേറെ വഴിയില്ല ഞാൻ ബാറിൽ ഡാൻസ് ചെയ്തത്. എന്റെ മോൾ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു മോളെ. ഭാനുപ്രതാപ് അവളെ വെപ്പാട്ടിയാക്കി വെക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവക്ക് അതിന് ഇഷ്ടമല്ലായിരുന്നു. ഭാനുപ്രതാപിന്റെ വലയിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്റെ മോൾ അയാളുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മനസ്സിലായപ്പോ ഭാനുപ്രതാപ് അവളെ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റിക്കളഞ്ഞു. ഞങ്ങളോട് ഒന്നും മിണ്ടിപ്പോരെന്ന് ഭീഷണിപ്പെടുത്തി. മോളെ, അയാൾ വലിയ ആളാ, എന്തും ചെയ്യാൻ കഴിവുള്ളവനാ. അയാൾ എന്തും ചെയ്ത് കളയും, എന്തും ചെയ്ത് കളയും. സരിത മഞ്ജുവിന്റെ വീട്ടിൽ മാത്രമല്ല പോയെ, അതിനു മുമ്പ് ബോലാ ചൗധരി സരിതയുടെ വീട്ടിൽ പോയിരുന്നു. സരിത ബോലാ ചൗധരിയുടെ ഓഫീസിലും പോയിരുന്നു. അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാൻ പാമ്പിനാണ് പാല് കൊടുക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. മഞ്ജുവിന്റെ മരണത്തെക്കുറിച്ച് എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇതുവരെ പോലീസിനും അറിയില്ല. അപ്പോ അത് സരിതയ്ക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് തോന്നുന്നു അവളെ ബോലാ ചൗധരി വിലക്കെടുത്തിട്ടുണ്ടാവുന്ന. അപ്പോ ഇതിന്റെ പിന്നിൽ ബോലാ ചൗധരിയുടെ ബുദ്ധിയാണ്. സരിതയും ബോലാ ചൗധരിയും ജീവിച്ചിരിക്കുന്നത് ഇനി എനിക്ക് അപകടമാണ്. ഈ കൊടുങ്കാറ്റിനെ ഇവിടെ തന്നെ തടഞ്ഞേ പറ്റൂ. ഈ രാത്രിയിൽ ആരായിരിക്കും അറിയില്ല. അമ്മയോട് നിൽക്കൂ, ഞാൻ പോയി നോക്കാം.
ആരാ? നിങ്ങളോ? പറയൂ, എന്താ കാര്യം? നമ്മുടെ ഭാനുപ്രസാദ് സാർ വിളിക്കുന്നു. ഈ സമയത്തോ? ആ, വളരെ അത്യാവശ്യമാ. നോക്കൂ, അദ്ദേഹത്തോട് പറയൂ ഇപ്പൊ എനിക്ക് വരാനാവില്ലെന്ന്. ഞാൻ രാവിലെ വരാം. ഇങ്ങോട്ടേ. ആ. ആരാ അത്? ആരാണെന്നാ ചോദിച്ചേ? നിങ്ങൾ? അതെ ഭോല സാർ. പക്ഷെ നിങ്ങൾ നിങ്ങൾ എന്നെ ഭയക്കേണ്ട. നിങ്ങൾ എന്നെ ഇതിനു മുൻപും ഈ രൂപത്തിൽ കണ്ടിട്ടില്ലേ? അന്ന് നിങ്ങൾ? അതെ, അത് ഞാനായിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ എന്റെ അടുത്ത്? ഭോല സാർ, ജീവിതം മുഴുവനും ഞാൻ എൻ്റെ ഭർത്താവിനെ ദൈവത്തെ പോലെ കരുതി, നിങ്ങളെ രാക്ഷസനായി. പക്ഷേ മരിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി അത് തെറ്റായിരുന്നു. ഞാൻ ആരെയാണോ ദൈവമെന്ന് കരുതിയത് അയാൾ ചെകുത്താനാണ്. എന്നാൽ ചെകുത്താനെന്ന് കരുതിയ ആൾ ദൈവമായിരുന്നു. ഭോല സാർ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഓഹോ, ഭോല ചൗധരി, അതും എന്റെ വീട്ടിൽ. ആ, അതെ അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. ആ. വന്നതിന്റെ കാരണം പറയൂ. കാരണം സത്യസന്ധനും മനുഷ്യസ്നേഹിയും ജനസേവകനുമായി ജനങ്ങളുടെ മുമ്പിൽ വിലസി നടക്കുന്നവന്റെ, ജനങ്ങളെ വിഡ്ഢികളാക്കുന്നവന്റെ പതനം അടുത്തു കഴിഞ്ഞു. പിന്നെ നിന്റെ ഈ സുന്ദര മുഖം ഉണ്ടല്ലോ, കുറ്റവാളിയുടേത്, ചെകുത്താന്റേത്, അത് ജനങ്ങൾക്ക് ഉടൻ തന്നെ ബോധ്യപ്പെടാൻ പോവാ. ആര് ചെയ്യും ഇതൊക്കെ? അത് ഞാനല്ലാതെ മറ്റാരാ ചെയ്യുന്നത്? നീയോ? എങ്ങനെ ചെയ്യും? അത് പിന്നെ നിങ്ങളുടെ ഭാര്യ കമലയുടെ കേസ് പോലീസ് ഇപ്പൊ റീഓപ്പൺ ചെയ്യാൻ പോവാ. അതോടൊപ്പം മഞ്ജുവിന്റെ കൊലപാതക രഹസ്യവും ചുരുളറിയാൻ പോവുകയാ. നീ അവളെ കൊന്നല്ലേ? നോക്ക്, മഞ്ജുവിന്റെ കൊലയാളി ഞാനാണോ അല്ലയോ എന്നറിയില്ല. പക്ഷെ നീയും സരിതയും കൂടി എന്നെ കൊലയാളിയാക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിനക്ക് എല്ലാ കാര്യവും മനസ്സിലായി കഴിഞ്ഞു അല്ലേ? പക്ഷെ ഭോല ചൗധരി, നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരുന്നാലല്ലേ അത് സാധ്യമാവുകയുള്ളൂ. എന്ന് വെച്ചാ സരിത ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. നീ ഇങ്ങോട്ട് സ്വയം വന്നു ചേർന്നത് എന്റെ ഭാഗ്യം തന്നെയാണ്. ഭോല ചൗധരി, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവശേഷിക്കുന്നില്ല. അതിഥിയെ സ്നേഹപൂർവ്വം അകത്തേക്ക് കൊണ്ടുപോകൂ. പിന്നെ ഇദ്ദേഹം നമ്മുടെ ആതിഥേയത്വം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ രീതികളൊന്ന് മനസ്സിലാക്കി കൊടുത്തേ. ഓക്കെ സാർ.
ഇനി ആ വണ്ടിയിലേക്ക് ഒന്ന് നോക്കണം. ആ വണ്ടിയിലിരുന്ന് നിങ്ങൾ രണ്ടുപേർക്കും ഒരു ലോങ് ഡ്രൈവിന് പോകേണ്ടതാണ്. ആ വണ്ടിയിൽ തിരിച്ചു വരില്ല, ഒരിക്കലും തിരിച്ചു വരില്ല. എന്താന്നോ, ഇതിന്റെ ബ്രേക്ക് ഫെയിൽ ആക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം ഞാനൊരു ബോംബും വെച്ചിട്ടുണ്ട്. ഡ്രൈവർ ഇല്ലാതെ ഈ വണ്ടി ഒരു നിമിഷം പോലും നിൽക്കുകയില്ല. എന്തിലെങ്കിലും ഒന്ന് ഇടിച്ചാൽ പിന്നെ തീ അങ്ങ് കത്തിപ്പിടിക്കും. എന്താ പോലെ, എന്താ സരിത, എങ്ങനെയുണ്ടായിരിക്കും നിങ്ങളുടെ യാത്ര? ഇങ്ങനെയൊക്കെ നിങ്ങൾ കരുതുന്നു, പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയില്ലല്ലോ. ഓ അതെയോ, നീ ഇപ്പോഴും ആ മോഹൻ കളഞ്ഞിട്ടില്ല അല്ലേ? നീ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നെ നിനക്ക് നശിപ്പിക്കാമെന്ന്? അങ്ങനെയല്ല ഭാനുപ്രതാപ്, അവള് മാത്രമല്ല ഞാനും അത് ആഗ്രഹിക്കുന്നേ. അങ്ങനെയാണോ? രണ്ടിനെയും ഇരുത്ത. കമല, നീയോ? അതെ ഭാനുപ്രതാപ്, ഞാൻ തന്നെ. നീ മരിച്ചില്ല, നീ മരിച്ചു പോയില്ലേ? നിങ്ങൾ എന്നെ കത്തിച്ചു കളഞ്ഞു. എന്റെ ശരീരം കത്തിപ്പോയി, പക്ഷെ എന്റെ ആത്മാവ് നശിച്ചില്ല. അത് അലഞ്ഞു നടന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ദിവസത്തെ. നിന്നെ ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്ന ഈ ദിവസം. ഇന്ന് ആ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നു. ഭാനുപ്രതാപ്, നീ എന്നെ നശിപ്പിച്ചതുപോലെ ഇന്ന് അവരെ, സരിതയെയും ഭോല ചൗധരിയെയും നശിപ്പിക്കുവാൻ നിനക്ക് കഴിയില്ല. ഇന്ന് നിന്റെ എല്ലാ അപരാധത്തിനുമുള്ള ശിക്ഷ നിനക്ക് ലഭിക്കും. എനിക്ക് മാപ്പ് തരണം കമലെ, എനിക്ക് മാപ്പ്. ഭാനുപ്രതാപ്, അവിടെ ഇവിടെയും എന്താണ് നോക്കുന്നത്? ഞാൻ ഇവിടെയാണ്. കമല, കമല, നീ? അതെ ഭാനുപ്രതാപ്, നീ ഇന്ന് നിന്റെ വലയിൽ തന്നെ അകപ്പെട്ടിരിക്കുകയാണ്. മഞ്ജുവിനെ കൊന്ന ശേഷം നീ എന്നെയും കൊന്നുകളഞ്ഞു. എന്റെ ശരീരം കത്തിപ്പോയെങ്കിലും എന്റെ ആത്മാവിന് മരണമില്ല. എന്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു, പ്രതികാരം ചെയ്യുവാൻ അലഞ്ഞു നടന്നു. എനിക്ക് മാപ്പ് തരും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി. എനിക്ക് മാപ്പ് തരും പ്ലീസ്. എന്നോട് ദയ കാണിക്കണം. ദയയോ? നിനക്ക് ഓർമ്മയുണ്ടോ നീ എങ്ങനെയാണ് എന്റെ കാറിന്റെ ബ്രേക്ക് ഫെയിലാക്കിയതെന്ന്? പിന്നെ അതിൽ ബോംബും വെച്ചില്ലേ? ശരിയാണ് കമല, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ അപരാധം ചെയ്തു കമല. ആ തെറ്റ് തന്നെ ഞാനും ചെയ്യുന്നു. ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, പിന്നെ ഇതിൽ ബോംബും വെച്ചിട്ടുണ്ട്. ഈ വണ്ടി നിൽക്കുകയില്ല. പക്ഷെ ഏതെങ്കിലും വസ്തുവിൽ ഇടിച്ചാൽ തീ കത്തിപ്പടരും. പറയൂ ഭാനുപ്രതാപ്, എങ്ങനെയുണ്ടായിരിക്കും ഈ യാത്ര?
എന്റെ പാപിയായ അപരാധിയായ ഭർത്താവിന് പകരം നിങ്ങളെ തെറ്റുകാരനായി കണ്ടു. എന്നെ പോലെ തന്നെ ഈ നാട് മുഴുവനും ഒരു മാലാഖയെ ചെകുത്താനായും ചെകുത്താനെ മാലാഖയായും കരുതി. പക്ഷെ ഇപ്പോ എല്ലാ തെറ്റിദ്ധാരണയും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അവർ നല്ലവരും ചീത്തവരുമായ നേതാക്കളെ തിരിച്ചറിയണം. നേതാക്കൾ നന്മയുള്ളവരെങ്കിൽ നാടിന് നന്മയുണ്ടാകും. നേതാക്കൾ തിന്മയുള്ളവരാണെങ്കിൽ അവർ തന്നെ വിനാശത്തിന് കാരണമാകും. ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നു മാത്രം. ഈശ്വര, ഭാനുപ്രതാപനെ പോലെയുള്ള നേതാവിനെയല്ല, ഭോലാ ചൗധരി പോലെയുള്ള നേതാവിനെ സൃഷ്ടിച്ചാലും